നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാത്രമല്ല ഭീമന് കൊടുക്കാനുള്ളത് ഞാൻ നല്ല ബേഷായിട്ട് കൊടുത്തിട്ടുമുണ്ട്. പിന്നെ നീ എനിക്ക് വേണ്ടി തല്ലുണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, എന്നെ ഭീമൻ തല്ലാൻ വന്നത് ഗോപാൽജിയുടെ വാക്ക് കേട്ടിട്ട് തന്നെയാ. നീ അതെങ്ങനെയാ ഉറപ്പിച്ചത്? ഗോപാൽജി ഭീമനോട് നിന്നെ തല്ലാൻ പറയുന്നത് നീ കേട്ടോ? അതില്ല, പക്ഷേ അവനെ വിട്ടത് സഞ്ജു ആണെന്ന് അവൻ തന്നെ സമ്മതിച്ചല്ലോ. അപ്പൊ അത് ചെയ്തത് സഞ്ജു ആണ്, ഗോപാൽജി അല്ലല്ലോ. സഞ്ജയ് ചെയ്യുന്നതൊന്നും ഗോപാലിന് അറിയുന്നില്ലെന്നാണോ ഗിരിയേട്ടൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്? ഗോപാൽജിയെ കുത്തി പരിക്കേൽപ്പിച്ചവനാണ് ഭീമൻ. അവനെ ഗോപാൽജി കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കില്ല. ഭീമൻ എന്നോട് നല്ല വ്യക്തിവൈരാഗ്യമുണ്ട്. ഞാൻ കാരണം അവൻ ജയിലിൽ കിടന്നിട്ടുള്ളതാ. അതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയാ സ്വപ്നയെ മയക്കുമരുന്ന് കേസിൽ കുടിക്കിയതും മഞ്ജുവിനെ കൊല്ലാൻ ശ്രമിച്ചതും ഒക്കെ. വെറുതെ ഈ വിഷയത്തിലേക്ക് ഗോപാൽജിയെ വലിച്ചഴിക്കണ്ട. ഒരാളെ ഇത്ര അന്ധമായിട്ട് വിശ്വസിക്കരുത് ഗിരിയേട്ട. അയാൾ നല്ല മനുഷ്യനല്ലെങ്കിൽ ആ വിശ്വാസം അയാൾ മുതലെടുക്കും. ഗോപാൽജി ഇപ്പൊ അതാ ചെയ്യുന്നത്. അതെ, നിന്റെ അച്ഛനാണ് എന്റെ അച്ഛനെ കൊന്നതെന്ന് ഈ നാട്ടിലുള്ള എല്ലാരും പറയുന്നുണ്ട്. പക്ഷെ അവര് പറയുന്നതൊന്നും വിശ്വസിക്കാതെ ഞാൻ നിന്റെ ചേച്ചിയെ കണ്ണുടച്ച് വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ പേരില് എന്റെ അമ്മ പോലും എന്നെ വെറുക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവളെ കൈയൊഴിഞ്ഞു. ഗോപാൽജിയുടെ കാര്യത്തിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ മഞ്ജുവിന്റെ കാര്യത്തിലും എനിക്ക് അങ്ങനെ തന്നെ ചിന്തിച്ചൂടെ? നമ്മൾ ഒരാളെ മനസ്സുകൊണ്ട് സ്നേഹിക്കുമ്പോൾ അയാളെ പരിപൂർണമായി വിശ്വസിക്കാൻ തയ്യാറാവണം. അയാൾ നമ്മളെ പറ്റിക്കാനുള്ള സാധ്യതയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവരെ സ്നേഹിക്കുന്നതിന് കൊടുക്കുന്ന വില അതാണ്. ആ വില മനസ്സിലാക്കുമ്പോൾ നമ്മളോട് തിരിച്ചും വിശ്വാസം കാണിക്കും. അല്ലാത്തവർ ചതിക്കും. അത് വിധിയ. എന്റെ വിധിയെ നേരിടാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. ഗോപാൽജിയെ കുറിച്ചുള്ള സംസാരം ഇനി ഇവിടെ വേണ്ട. ഗോപാൽജി, ഞാൻ മഞ്ജുവിന്റെ തൊട്ടടുത്ത് വരെ എത്തിയതാ. ഒട്ടും പ്രതീക്ഷിക്കാതെയാ ഗിരി കയറി വന്നത്. ഇല്ലെങ്കിൽ ഞാൻ അവളെ... നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ, ഇതിനേക്കാൾ നല്ലൊരു അവസരം കിട്ടില്ല. ഗിരി നിന്റെ മുന്നിൽ വന്ന നിനക്ക് മുട്ടിടിക്കുന്നത് നിനക്ക് തന്നെ അറിഞ്ഞൂടെ? എന്നാ പിന്നെ അവൻ ആശുപത്രിയിൽ നിന്ന് പോകുന്നവരെ നിനക്കൊന്ന് കാത്തുനിന്നൂടായിരുന്നു? ഗിരി അവിടെ നിന്ന് ഒരു മിനിറ്റ് നേരത്തേക്ക് പോലും മാറുമെന്ന് തോന്നിയില്ല ഗോപാൽജി. അതുകൊണ്ടാ ഞാൻ ആ റിസ്ക് എടുത്തത്. എന്നിട്ടെന്തായി? അവന്റെ തല്ലും കൊണ്ട് അവിടുന്ന് ഓടേണ്ടി വന്നില്ലേ? അവന്റെ കയ്യിൽ നീ പെടാത്തത് നിന്റെ ഭാഗ്യം ഗോപാൽജി. പക്ഷെ അവന്റെ മുഖം കണ്ടിരുന്നു. നിന്റെ മുഖം കണ്ടില്ലായിരുന്നെങ്കിലും മഞ്ജുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് നീയാണെന്ന് അവൻ എന്തായാലും മനസ്സിലാവും. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു വട്ടം അവളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് പാടിയ സ്ഥിതിക്ക് ഗിരി ഇപ്പോ കുറെ കൂടി ജാഗ്രത പുലർത്തുന്നുണ്ടാവും. ഇനി ആശുപത്രി വെച്ച് അവളെ കൊല്ലുന്നതിനെ കുറിച്ച് ചിന്തിക്ക് പോലും വേണ്ട. മഞ്ജുവിനെ ആശുപത്രിയിൽ വെച്ച് തീർക്കാൻ എന്റെ നല്ലൊരു പ്ലാനുണ്ട്. അയ്യോ, നിന്റെ പ്ലാനൊന്നും ഇനി എനിക്കിവിടെ കേൾക്കണ്ട. നീ മഞ്ജുവിനെ കൊല്ലാനുള്ള പ്ലാനൊന്നും അല്ല ഉണ്ടാക്കുന്നേ, സ്വയം തല്ലുകൊള്ളാനുള്ള പ്ലാനാ. ഗോപാൽജി, എന്നെ എത്ര വേണമെങ്കിലും ചീത്ത വിളിച്ചോളൂ, അതൊക്കെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാ. പക്ഷേ ഒരു തവണ എന്റെ പ്ലാൻ എന്താണെന്ന് ഗോപാൽജി ഒന്ന് കേക്ക്. ഗോപാൽജിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം. തൽക്കാലം ഇപ്പോ എന്റെ കയ്യിൽ മഞ്ജുവിനെ തീർക്കാനുള്ള പ്ലാനൊന്നുമില്ല. എന്തായാലും ഇവിടെ വന്നുപോയി. പറ നിന്റെ ഒടുക്കത്തെ ഒരു പ്ലാൻ. കൊള്ളാം. നിന്നെ കൊണ്ട് ഇത്രയും നന്നായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇത് വർക്കൗട്ട് ആവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. നീ എത്രയും പെട്ടെന്ന് വേണ്ടതെന്നു വെച്ചാൽ ചെയ്തോ. എനിക്ക് 2 പേരുടെ സഹായം ആവശ്യമുണ്ട്. നമ്മുടെ സ്ഥിരം ആൾക്കാരെ ഒന്നും ഉപയോഗിക്കണ്ട, അത് റിസ്കാ.
പുറത്തുനിന്ന് നിനക്ക് പരിചയമുള്ള ആരെങ്കിലും വിളിച്ചോ? ശരി ഗോപാൽജി. കാശ് എത്രയാ വേണ്ടെന്ന് വെച്ചാ സഞ്ജുവിനോട് നിന്റെ അക്കൗണ്ട് ഇട്ട് തരാൻ പറയാം. അത് മതി ഗോപാൽജി. എന്നാ ഞാൻ പോട്ടെ, കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ആയിക്കോട്ടെ. ശരി. ഇവനെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഈ പ്ലാൻ നടക്കും. മഞ്ജു, നിന്റെ കാര്യത്തിന് അവസാനമായി. എന്താണ് തനിക്ക് വേണ്ടത്? വന്ന് വന്ന് സ്ത്രീകൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. അയ്യടാ, എന്നെ കണ്ട ഒരു വായി നോക്കിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ ഡോക്ടറെ തടഞ്ഞത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. ഡോക്ടർ എനിക്ക് കുറച്ച് സമയം തന്നേ പറ്റൂ. തനിക്ക് എന്താ വേണ്ടത്? അങ്ങനെ വഴിക്ക് വന്ന എല്ലാവർക്കും കൊള്ളാം. കുട്ടിക്കാലം മുതലേ എനിക്ക് ഈ ഡോക്ടർമാരെ വലിയ കാര്യമാണ്. നിങ്ങൾ ജീവൻ രക്ഷിക്കുന്നവരല്ലേ? പക്ഷെ എന്റെ വിധി എന്നല്ലാതെ എന്ത് പറയാനാ? ഞാനൊരു ഗുണ്ടയാവേണ്ടി വന്നു. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ധൃതി പിടിക്കാ ഡോക്ടറെ, ഒന്ന് പറയട്ടെ. എനിക്കൊരു ജീവൻ രക്ഷിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. അതിന് ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കണം. എന്താ, സഹായിക്കില്ലേ? എന്താ ഡോക്ടർ ഇത്ര ആലോചിക്കാൻ? ഒരു ജീവൻ രക്ഷിക്കുന്ന കാര്യമല്ലേ? ഞാൻ എന്ത് ചെയ്യണമെന്നാ താൻ പറയുന്നേ? സിമ്പിളാണ്. ഡോക്ടർ എന്റെ ജോലിയും ഞാൻ ഡോക്ടറിന്റെ ജോലിയും ചെയ്യുന്നു. മനസ്സിലായില്ല. ഞാനൊരു ജീവൻ രക്ഷിക്കും, അതിന് പകരം ഡോക്ടർ ഒരു ജീവൻ എടുക്കണം. തനിക്കെന്താ വട്ടുണ്ടോ? ഞാനൊരു ഡോക്ടറാ. എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തമാശയ്ക്ക് പോലും പറയരുത്. ഒരു ജീവന്റെ വിലയറിയാത്ത താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. പോയി വല്ല ഡോക്ടറെയും കണ്ട് തലയ്ക്കുള്ള അസുഖം മാറ്റാൻ നോക്ക്. ഇതൊന്ന് കണ്ടിട്ട് പോ ഡോക്ടറെ.